ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേധാസ് വർക്ക്ഷോപ്പിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള 5 ഹാങ്ങിങ് പ്ലാന്റ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു കോമൺ പ്ലാന്റാണ് ക്രീപ്പർ ചാർലി. നമ്മുടെ പുതിന മിൻറ്റ് ലീവ്സിൻ്റെ പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, പക്ഷെ കുറച്ചും കൂടിയും വലിപ്പം ഉണ്ടായിരിക്കും. ഇതിന് 2 നേരം കൃത്യമായി വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് വാടിപ്പോകും, പെട്ടെന്ന് തന്നെ വാടും. കെയറിങ് ഇത്തിരി വേണം എന്നുള്ള പ്ലാന്റാണ്, പക്ഷേ വളമൊന്നും വേണ്ട ഇതിന്, പക്ഷെ പെട്ടെന്ന് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. 2 നേരം നനയ്ക്കേണ്ട പ്ലാന്റാണ്, അല്ലെങ്കിൽ ഇത് വാടിപ്പോവും. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. പ്ലാന്റ് പെട്ടെന്ന് വളരും കേട്ടോ. ആകെ ഒരു തലയെ കൊണ്ടുവന്നിരുന്നുള്ളൂ, പെട്ടെന്ന് നല്ല അടി വരെ എത്തിയത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് എടുക്കാം. ഇത് എപ്പീഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, ഒരു റെഡ് ഫ്ലേവറായിട്ട് വെൽവെറ്റ് ലീവ്സ് പോലത്തെ ലീഫാണ്. കെയറിങ് ഒന്നും അധികം ഇല്ല. പൂവുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റിലേക്ക് എടുക്കാം. ഇതിൻ്റെ പല വെറൈറ്റി മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇത് വാട്ടറിങ് ചൂ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പൊതുവെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും വാട്ടറിങ് ചൂവും കാണാറുണ്ട്. കോമൺ പ്ലാന്റാണ്. ഇതിനും അധികം കെയറിങ് ഒന്നും വേണ്ട. നമ്മൾ സാധാരണ തവരിൽ നനയ്ക്കുന്ന പോലെ നനച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്ത പ്ലാന്റിലേക്ക് ഇറക്കാം. ഇത് ടർട്ടിൽ വൈനാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഉള്ളിടത്തെല്ലാം ടർട്ടിൽ വൈനും കാണും. പെട്ടെന്ന് വളരേണ്ടതാണ് ഈ പ്ലാന്റ്. അധികം കെയറിങ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വളർന്ന് പിടിക്കും. ഇത് ഹാർട്ട് ഷേപ്പ് ടർട്ടിൽ വൈനാണ്. ഇതിനും ടർട്ടിൽ വൈൻ പോലെയാണ്, അധികം കെയറിങ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വളരും. സാധാ പോലെ നനച്ചു കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട്, ഉള്ളിലൊക്കെ നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ ബോട്ടിലും വളർത്തിയിട്ടുണ്ട്. ബോട്ടിൽ വളർത്തിയാൽ പെട്ടെന്ന് ഉണ്ടാവും വെള്ളം. നല്ല കിട്ടിയാൽ പെട്ടെന്ന് തന്നെ വളരും, നല്ല മണ്ണാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള 5 ഹാങ്ങിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെ ടാറ്റാ.